കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു വിശേഷവും ഇല്ല, വെറുതെ ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഒരു വീഡിയോ ഇടുന്നു എന്നേ ഉള്ളൂ കൂട്ടുകാരെ. എന്നാലും എന്തെങ്കിലും കൊച്ചു കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനവുമില്ല. ഞാനിന്ന് പറയുന്നത് ചില ഓഫീസുകളിലെ കാര്യങ്ങളാണ്. ഓഫീസുകളിലെല്ലാം നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള നല്ല ഉദ്യോഗസ്ഥരായിരിക്കും ഇരുന്ന് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവിടെ പലതരത്തിലുള്ള വർക്കുകൾ കാണും. എല്ലാവരും ഇങ്ങനെ ഡിവൈഡ് ചെയ്തിരുന്ന് ചെയ്യും. ചില സ്ഥലങ്ങളിലൊക്കെ ഈ ഏത് ഓഫീസായാലും അവിടെ ഈ DTP എന്ന് പറയുന്ന ഒരു സംഭവം എല്ലാവരും പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട് കൂട്ടുകാരെ. എന്നാൽ ചില സ്ഥലങ്ങളിൽ ചില സ്റ്റാഫുകളൊക്കെ വരുമ്പോൾ അവരൊക്കെ ഒരു ബാലികേറ മലയാണ് ഈ DTP എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് മലയാളം. ബാക്കി എല്ലാ വിഷയങ്ങളിലും നല്ല എക്സ്പേർട്ടായിട്ടുള്ള അവർക്ക് ഈ ഓഫീസുകളിൽ വരുമ്പോൾ ഈ DTP പഠിക്കാൻ വലിയ മടിയാണ്. അവർക്കത് കഴിയത്തില്ല. എന്നിട്ട് അത് നമ്മൾ എത്ര സ്ട്രിക്റ്റ് ആയാലും അവരത് പഠിക്കാൻ തയ്യാറല്ല, അത് ചെയ്യാനും തയ്യാറല്ല. ഓഫീസിലെ എന്ത് പണികൾ കൊടുത്താലും ചെയ്യാൻ അവർ റെഡിയാണ്. പക്ഷേ DTP വരുമ്പോൾ ഇവർക്ക് വലിയ ഒരു എന്തോ ഭയങ്കര ഒരു സംഭവം പോലെയാണ് കാണുന്നത്. ഇത് പലയിടത്തും ഉണ്ട്. ഈ മലയാളം DTP അത്ര ഈസിയൊന്നുമല്ല. എന്നാലും നമ്മൾ മനസ്സ് വെച്ചാൽ ആർക്ക് വേണമെങ്കിലും പഠിച്ചെടുക്കാവുന്ന ഒരു സംഭവമാണിത്. ഇത് ഇപ്പോൾ എല്ലാ ഓഫീസിലും നമ്മുടെ മലയാളം ലാംഗ്വേജ് ആക്കിയത് കാരണം മലയാളം DTP എല്ലാവരും പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ പല ആളുകൾ ഇത് ചെയ്യത്തില്ല. അവർക്കെല്ലാം ഇത് മടിയാണ്. എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി വേറെ ആരെങ്കിലും അങ്ങ് ചെയ്തോട്ടെ എന്നുള്ള ഒരു മട്ടും ഭാവമാണ് പലർക്കും. എന്നാൽ അവരും ഇതെല്ലാം പഠിക്കണം. ഞാനിരിക്കുന്ന എൻ്റെ ജോലി ഇതാണ്, ഞാനിത് ചെയ്തെങ്കിലേ പറ്റൂ എന്നുള്ള ചിന്ത മനസ്സിൽ ഉറപ്പിച്ചാലേ ഇതൊക്കെ ആളുകൾക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. ഇത് ചിലയിടത്ത് ഞാൻ കാണുന്നത് കൊണ്ടാണ് ഈ പറയുന്നത്. മിക്ക ഓഫീസുകളിലും ഇപ്പോൾ ലാംഗ്വേജ് മലയാളത്തിൽ കത്തുകൾ അടിച്ചെങ്കിലേ പറ്റൂ, ഓരോന്ന് അയക്കണമെങ്കിൽ. അപ്പോൾ ഏത് താഴത്തെ പോസ്റ്റിലിരിക്കുന്നവരൊക്കെ ഇത് കൃത്യമായിട്ടും പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ എല്ലാം ഒരാൾ തന്നെ ചെയ്യേണ്ടതായിട്ട് വരും. ഓഫീസിൽ ഒരാൾ മാത്രം ഇത് പഠിച്ചിരുന്നാൽ, അതുകൊണ്ട് എല്ലാവരും ഇത് പഠിച്ചിരിക്കേണ്ടതാണ് കൂട്ടുകാർ. അറിയാൻ വയ്യാത്തവരെല്ലാം പഠിക്കണം. ഇത് ചിലയിടത്ത് ഞാൻ കാണുന്ന സംഭവങ്ങളാണ്. DTP എന്ന് പറയുമ്പോൾ ആളുകളുടെ മുഖഭാവം മാറി അവർക്കത് തയ്യാറല്ലാത്ത ഒരു രീതിയിലായിട്ടുള്ളൊരു പോക്കാണ്. അങ്ങനെയല്ല, ഇത് എൻ്റെ ജോലിയാണ്, ഇത് ചെയ്തെങ്കിലേ പറ്റൂ എന്നുള്ള ചിന്ത മനസ്സിൽ വേണം. ഏത് പോസ്റ്റിലിരുന്നാൽ ഇത് പഠിച്ചിരുന്നെങ്കിലേ പറ്റത്തുള്ളൂ കൂട്ടുകാരെ. ഇപ്പോഴത്തെ ഒരു അവസ്ഥ അങ്ങനെയാണ്. മലയാളം വളരെ ഇമ്പോർട്ടൻ്റായിട്ട് ഇപ്പോൾ എല്ലായിടത്തും ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ ഒരു വിശേഷങ്ങളുമില്ല. അവിടെ മാമ്പഴത്തിൻ്റെ അതൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഞാൻ പോയില്ല, ഒരു വട്ടം മാത്രമേ ഒന്ന് പോയി മുഖം കാണിച്ചുള്ളൂ. അതിൻ്റെ വീഡിയോസൊക്കെ ഇട്ട് ചില കൂട്ടുകാരെല്ലാം അത് കണ്ടിട്ടുണ്ട്. വേറെ ഒന്നും ഒരു കാര്യങ്ങളുമില്ല, ഞാൻ ചുമ്മാ വീഡിയോ ഇട്ടെന്നേ ഉള്ളൂ. പിന്നെ ഇന്നത്തെ ദിവസം ഇങ്ങനെ കടന്നുപോയി. ഇനി നാളെയും വലിയ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒന്നും ഇല്ലാതെ ഇന്നത്തെ ഒരു ദിവസം കടന്നുപോയി. ഇനി നല്ല ഒരു പ്രഭാതമായിരിക്കും നാളെ എന്ന് ഉള്ള പ്രതീക്ഷയിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും കിട്ടാനായിട്ട് കൂട്ടുകാരെ. വേറെ ഒരു കാര്യങ്ങളും ഇന്ന് പറയാനില്ല. ഒരു വീഡിയോ ഇടണം, അതുകൊണ്ട് ഇട്ടെന്നേ ഉള്ളൂ. എല്ലാ കൂട്ടുകാർക്കും ഗുഡ് നൈറ്റ്. എല്ലാവർക്കും ഗുഡ് നൈറ്റൊന്നും പറയേണ്ട കാര്യമില്ല, എല്ലാവരും ഇപ്പോൾ ഉറക്കമായി കാണും. ഞാൻ താമസിച്ച് ഉറങ്ങുക എന്നും, അതുകൊണ്ടാണ് ഈ സമയത്ത് വീഡിയോ ഇടുന്നത്. താമസിച്ച് ഉറങ്ങിയാൽ അത്രയും നല്ലത്. ഒറ്റ ഉറക്കത്തിന് നേരം വെളുക്കും. ഇല്ലെങ്കിൽ ഉറങ്ങത്തുമില്ല. ആകെപ്പാടെ ഓരോ അസുഖങ്ങളും എല്ലാം അങ്ങ് ആകും. ഉറക്കക്കുറവ് മൂലം പല പല അസുഖങ്ങളാണ് ഉണ്ടാകുന്നത്. നമ്മുടെ ടോട്ടൽ ആരോഗ്യമാണ് പോകുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഉറക്കം എല്ലാവർക്കും ആവശ്യമാണ്. എല്ലാവരും കൃത്യസമയത്ത് ഉറങ്ങുകയും കൃത്യസമയത്ത് ഉണരുകയും വേണം. പിന്നെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് നൈറ്റ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവരും എൻ്റെ വീഡിയോസ്
കാണണമെന്ന് എന്നും പറയുന്നതേ ഉള്ളൂ. പലരും കാണില്ല. എന്നാലും ഞാൻ വീണ്ടും പറയുന്നു, എല്ലാ കൂട്ടുകാരും എൻ്റെ വീഡിയോസ് കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ കൂട്ടുകാരെ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ ഇപ്പം ഓരോ ഇടങ്ങളിൽ പത്രത്തിൽ കാണുന്നതാണ് ഓരോ ഇടത്തെ സംഭവങ്ങളൊക്കെ. എല്ലാവരും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം ഈ വെള്ളച്ചാട്ടവും അതും ഇതുമൊക്കെ കാണാൻ പോകുമ്പം കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് നിന്ന് കണ്ടാൽ എന്താണ് കുഴപ്പം? ഓടി അതിൻ്റെ അടുത്തോട്ട് ചെന്ന് കണ്ടില്ലെങ്കിൽ ആൾക്കാർക്ക് ഒട്ടും പറ്റത്തില്ല. അതിൻ്റെ അകത്ത് അങ്ങ് കുളിക്കണം, അല്ലെങ്കിൽ ഈ പെരുമഴയത്ത് ഇതൊക്കെ ചെയ്യണമെന്നൊക്കെ ഉള്ള അതിമോഹമില്ലേ ഈ കുഴപ്പമുണ്ടാക്കുന്ന. ഒരു ഇടത്ത് മഹാരാഷ്ട്രയിൽ എവിടെയെങ്ങാണ്ട് 5 പേര് ഒരുമിച്ചങ്ങ് വെള്ളത്തിലേക്ക് പോകുന്നൊരു കാഴ്ച കണ്ടു. കൂട്ടുകാരെ എല്ലാവരും ശ്രദ്ധിക്കണം. എവിടെ പോയാലും നമുക്കൊരു ഗൗനം വേണം. കാരണം എവിടുന്ന് എപ്പം വേണേലും വെള്ളച്ചാട്ടവും ഈ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ ഏത് സമയത്തും എവിടുന്ന് എങ്ങനെ വേണേലും സംഭവിക്കാം. അതുകൊണ്ട് ഒരു പ്രിക്കോഷൻ എടുത്ത് വേണം എവിടെയും പോകേണ്ടുന്നത്. കുറച്ച് ദൂരെ നിന്ന് ഇതെല്ലാം കണ്ടാൽ എന്താണ്. അതുപോലെ തന്നെ ഈ വെക്കേഷൻ സമയത്ത് കൂട്ടുകാരെല്ലാം പലയിടത്തും കടലിൻ്റെ അടുത്തും അവിടെ ഇവിടെയൊക്കെ പോകും. അവരും ഒന്ന് ഗവനിക്കണം. എല്ലാവരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ അങ്ങ് ഉള്ളിലോട്ട് എന്തിന് ചെന്ന് ഇറങ്ങുന്ന, ദൂരെ നിന്ന് കണ്ടാൽ പോരെ. കണ്ട് അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് ഇങ്ങ് പോരുന്നാൽ പോരെ. കുറച്ച് സമയം അവിടെ ഇരുന്ന്. അല്ലാതെ അവിടെ ചെന്ന് അതിനകത്ത് ഇറങ്ങി ഈ പണിയെല്ലാം വാങ്ങിച്ചു കൂട്ടേണ്ട കാര്യം വല്ലതും ഉണ്ടോ? എല്ലാവരുടെയും ഈ കെയർലെസ്നെസ് ആണ് ഈ ഓരോ പ്രശ്നങ്ങൾക്കും കാരണം. എല്ലാവരും ഗവനിക്കണം. തിക്കി തിരക്കി എങ്ങും പോകാനും ഒന്നും നിൽക്കരുത്. എല്ലാവരും അവരവരുടെ എല്ലാം പരിതസ്ഥിതികൾ മനസ്സിലാക്കിയിട്ട് വേണം ഓരോ സ്ഥലങ്ങളിലും എല്ലാം പോകേണ്ടുന്നത്. പത്രം എടുത്ത് വായിച്ചാൽ അങ്ങ് ദുഃഖങ്ങളേ ഉള്ളൂ. അത് കണ്ടതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ഞാൻ എന്നെ തന്നെ ഉപദേശിക്കുകയാണ്. ഞാൻ തന്നെ നന്നാവാനായിട്ട് കൂട്ടുകാരെ. വേറെ വിശേഷമൊന്നുമില്ല. ഞാൻ പുതിയ ഒരു വീഡിയോയുമായിട്ട് നാളെ കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.